സന്തോഷത്തിന്റെയും നന്മയുടെയും ക്രിസ്തുമസ് എത്തിച്ചേർന്നിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഒരേ മനസ്സോടു കൂടിയാണ് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. ആൻഡ് നമുക്കറിയാം ക്രിസ്മസ് ഈസ് ഓൾസോ അബൌട്ട് സ്പ്രെഡിങ് സ്മൈൽ ആൻഡ് സ്പ്രെഡിങ് ലാഫ്റ്റർ. അപ്പോൾ ഒരുപാട് ചിരികൾ സമ്മാനിച്ചുകൊണ്ട് ഈ ഡിസംബറിന്റെ തണുപ്പിൽ നല്ല ചൂടുള്ള തമാശകൾ ആസ്വദിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് രാവുകളും ഇനി നക്ഷത്ര തിളക്കമുള്ള ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2നോടൊപ്പം ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0യുടെ ഈ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പിനെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം രമേഷ് പിഷാരടി ഓൺ ടു ദി സ്റ്റേജ്. മെറി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. ഞാൻ ക്രിസ്മസ് അപ്പൂപ്പന്മാരെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ക്രിസ്മസ് അമ്മൂമ്മേനെ ആദ്യമായിട്ടാണ് ഈ കൊല്ലത്തിൽ കണ്ടിട്ട്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരാളെ കണ്ടിട്ടേ ഇല്ല. ദൈവപുത്രൻ ജനിച്ചു, അതിൻ്റെ ഒരു സന്തോഷം നാടെങ്ങും ഇങ്ങനെ അറിയിക്കുന്ന ആഘോഷമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അത് വീണ്ടും വീണ്ടും ഓർക്കുന്നു, അല്ലെങ്കിൽ അത് ഇത്ര വിശ്വാസമായി മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും സങ്കടപ്പെടുന്നവരോടൊപ്പം സങ്കടപ്പെട്ടവരോടൊപ്പം അവർക്കെല്ലാം ഒരൽപ്പം സന്തോഷം പകർന്നു കൊടുത്തുകൊണ്ടാണ് ദൈവപുത്രൻ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. അല്ലെങ്കിൽ ഇനി ഒരു നല്ല കാലം വരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നതല്ല. നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയുന്ന, നമ്മളിപ്പോൾ പണമായിട്ടാണ് അത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ വാക്കുകളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കൈമാറ്റം ചെയ്യുന്നതെങ്കിലും ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾക്കും കൊടുത്ത ആൾക്കും ഒരുപോലെ ലഭിക്കുന്നത് സന്തോഷം എന്നൊന്നാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഫൺസ് അപ്പോൺ എ ടൈം എന്ന് പറയുന്ന ഈ പരിപാടി പങ്കുവെക്കുന്നത് എപ്പോഴും സന്തോഷമാണ്. ചിരി പങ്കുവെക്കുക എന്ന് പറയുന്നത് സന്തോഷത്തിന്റെ പങ്കുവെക്കലുകളാണ്. സന്തോഷം കൊണ്ട് വരുന്ന ആൾ, സാന്താക്ലോസ് എന്ന് പറയുന്ന ആൾ ഒരുപാട് ഗിഫ്റ്റുകൾ, തോളത്തൊരു ഭാണ്ഡം നിറയെ സമ്മാന പൊതികളെന്നാണ് കേട്ടിട്ടുള്ളത് അല്ലെ? അങ്ങനെ ഒരുപാട് തമാശയുടെ സമ്മാന പൊതികൾ കുറെ നാളുകളായി മലയാളിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, സന്തോഷത്തിന്റെ പ്രതിനിധിയായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന് നമ്മളിൽ ഒരാളായി നമ്മളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ കഴിവുള്ള ഒരാൾ എന്ന നിലയിൽ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാളെയാണ് ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിൽ അതിഥിയായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടു കൂടി ഞാൻ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ശ്രീ ഇന്നസെന്റ് ഏട്ടൻ. ഇന്നസെന്റ് ഏട്ടാ സ്വാഗതം. ഞാൻ ഇന്നസെന്റ് ഏട്ടൻ ആദ്യത്തെ സീസണിൽ വന്നപ്പോൾ പറഞ്ഞിരുന്നു, ഓണക്കാലത്ത് മാവേലിയായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ഇന്നസെന്റ് ഏട്ടനാണ്. മാവേലിയും നമുക്ക് വലിയ സന്തോഷവും സ്നേഹവും ഒക്കെ തരുന്ന ഒരാളാണ്. ക്രിസ്മസിന്റെ എപ്പിസോഡിലും ഇന്നസെന്റ് ഏട്ടനെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളുടെ വലിയ ഭാഗ്യമായിട്ട് കരുതുകയാണ്. അപ്പം മാവേലിയായിട്ട് എന്നെ കൊണ്ടുവരാം എന്ന് പറയുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, ഒരു സത്യസന്ധനായ മുഖമുള്ള ഒരാള് വേണം. അതായത് മഹാബലി എന്ന് പറയുമ്പോൾ ഒരു കള്ളന്റെ പോലെയുള്ള ഒരാളായാൽ പറ്റുമോ? ഒരിക്കലും. അപ്പോൾ മലയാള സിനിമയിൽ അവർ പലരും നോക്കി, ഞാൻ തന്നെ കുറ്റം പറയല്ല, പലരും നോക്കി, മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം, മുകേഷ്, ജഗദീഷ്, അങ്ങനെ അവർ നോക്കിയപ്പോൾ ദൈവം ഈശ്വര, ഇതല്ലേ മഹാബലി. അതുകൊണ്ടാണ് കള്ളവുമില്ല ചതിയും. ഇന്നസെന്റിന്റെ കുട്ടിക്കാലത്ത് എന്തെങ്കിലും നല്ല ക്രിസ്മസ് ഓർമ്മകൾ ഇവിടെ തുടക്കത്തിൽ പങ്കുവെക്കാനുണ്ടോ? കുട്ടിക്കാലത്തെ ഒരുപാട് ഓർമ്മകൾ എൻ്റെ കയ്യിലുണ്ട്. അത് മുഴുവനും പങ്കുവെക്കാൻ പറ്റില്ല ഇപ്പോൾ. പക്ഷെ നമ്മൾ സിനിമയിൽ വന്നതിന് ശേഷം ഇടവേള എന്ന് പറയുന്നൊരു സിനിമ ഉണ്ടായിരുന്നു. നമ്മുടെ ഇടവേള ബാബു, ആദ്യത്തെ പടം, അയാളുടെ ആദ്യത്തെ പടമാണ് ഇടവേള. ഡയറക്ടർ മോഹനാണ് ആ സിനിമ സംവിധാനം ചെയ്തത്. നളിനിയാണ് അതിലത്തെ ഹീറോയിൻ. ഞാൻ ആ സിനിമയിൽ ഒരു ചെറിയ റോള് ഞാൻ അഭിനയിക്കുന്നുണ്ട്. രാത്രി ഈ ക്രിസ്മസ് കരോൾ അതുണ്ടായിരുന്നു ആ സിനിമയ്ക്കകത്ത്. ആ കരോള് മാട്ടുപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്, നല്ല തണുപ്പാണ്. അപ്പോൾ അവിടെ ആ കരോള് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാലാഖമാര് ഇങ്ങനെ ചിറക് രണ്ട്, അറിയാലോ മാലാഖമാർക്ക് ചിറകും ഇതുപോലെ തന്നെ ഇതായിട്ടുള്ള ഡ്രസ്സുകൾ, അതുപോലത്തെ ക്രിസ്മസ് ഫാദർ പൂത്തിരിയൊക്കെ കത്തിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ കത്തിച്ചില്ലേ? ഇത് കണ്ടപ്പോഴാണ് ഈ പൂത്തിരിയൊക്കെ കത്തിക്കണേന്റെ ഇടയിൽ നിന്ന് ഒരു തരി ഈ ക്രിസ്മസ് ഫാദറുടെ താടിമിളിക്ക് വീണു. പഞ്ഞിയാണ്, ഇതങ്ങോട്ട് കത്തി. അയാൾ അവിടുന്ന് ഒരു ഓട്ടോ ഓടി. ഞാൻ അയാളുടെ പിന്നാലെ 2 സ്റ്റെപ്പ് പോയി. പിന്നെ പിടിച്ചാൽ കിട്ടില്ല എന്ന് കണ്ട വെറുതെ എന്തിനു നമ്മൾ ഓടണേ. അപ്പോൾ അയാൾ ഓടി, അപ്പോഴേക്കും അയാൾ തട്ടിത്തടഞ്ഞു വീണു. കുറെ ഈ മാലാഖമാര് പറന്നുപോയി. കരോളിന് ഇരിഞ്ഞാലക്കുടയിൽ നിന്നും കാത്തലിക് സെൻട്രൽ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നും 10, 15, 20 കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? ഇപ്പോ ആ കൊണ്ടുവന്ന അച്ഛൻ ഒരാഴ്ച മുമ്പാണ് മരിച്ചത്. ഫാദർ ജോൺ ഇടപ്പള്ളി എന്ന് പറയുന്ന അച്ഛൻ. അപ്പോൾ ആ അച്ഛൻ മരിച്ചു. അപ്പോൾ ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഭാര്യയും കൂടി പോയപ്പോൾ ഒരുത്തൻ
എൻ്റെ അടുക്ക വന്ന് പറഞ്ഞിട്ട് എന്നെ ഇന്നസെന്റ് എന്ന് മനസ്സിലായോ? ഞാൻ പറഞ്ഞു, ഞാനന്ന് ക്രിസ്മസ് ഫാദർ ആയാള് ഇവനാ പൊള്ളി നാശമായി ഈ നിലയ്ക്കായത്. മനസ്സിലായോ? അപ്പൊ എനിക്ക് ഇത് ക്രിസ്മസ് വരുമ്പോ നമുക്ക് സന്തോഷമൊക്കെ വരുന്നുണ്ടെങ്കിലും ഈ സങ്കടകരമായ ഒരു ഇൻസിഡന്റ് ഇന്നും മനസ്സിന്റെ അകത്തുണ്ട്. ഞങ്ങള് കരോള് പോകുമ്പോ സ്ഥിരം ഒരു വീടെത്തുമ്പോ മാത്രം വലിയ തുകയ്ക്ക്, അതായത് ആ ക്രിസ്മസ് അപ്പൂപ്പനാവുന്ന ആളുടെ കയ്യിൽ നിന്നും വലിയ വില പറഞ്ഞ് ഒരുത്തൻ എപ്പോഴും ആ വേഷം ഒരു വീട്ടിൽ മാത്രം മേടിക്കുമായിരുന്നു, എല്ലായ്പ്പോഴും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഇച്ചിരി സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു വീടാണ്. ആ വീട്ടിലെ പെങ്കൊച്ചുമായിട്ട് എൻ്റെ കൂട്ടുകാരൻ പ്രണയമാണ്. അപ്പൊ നല്ല പ്രണയമാകുമ്പം ഇവൻ ആകെ ഒരു ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അവിടെ ചെന്നിട്ട് ഈ പെണ്ണിനെ കണ്ടിട്ട് അവളുടെ ഷെയ്ക്കാൻ്റെ അവളുടെ കയ്യിലൊക്കെ പിടിച്ച് ഒന്നിങ്ങനെ ആയിട്ട് വരാൻ ഈ അപ്പൂപ്പന്റെ വേഷത്തിൽ പോകുമ്പോൾ രസം കിട്ടും. പക്ഷെ ഇവന്റെ ഒരു അത്യാർത്ഥി ആപത്തായിപ്പോയി. ഇവൻ ആ വീട്ടിലെത്തി, ഇവൻ ആ പെണ്ണിന്റെ അച്ഛന് ഷെയ്ക്കാൻ്റെ കൊടുത്തു, അമ്മയ്ക്ക് ഷെയ്ക്കാൻ്റെ, ഇവക്ക് ഷെയ്ക്കാൻ്റെ കൊടുക്കുന്നത് ഇവൻ ആ ഗ്ലൗസ് ഊരി, ഈ അവതാറിലൊക്കെ മറ്റേ കണക്ഷൻ കൊടുക്കുമല്ലോ അതുപോലെ ഒരു നേരിട്ട് തൊടാൻ വേണ്ടിയിട്ട് ഗ്ലൗസ് ഊരിയപ്പോൾ അവളുടെ അച്ഛൻ നോക്കിയപ്പം ക്രിസ്മസ് അപ്പൂപ്പൻ ഒരു ആവശ്യമില്ലാണ്ട് ഗ്ലൗസ് ഊരിയിട്ട് ഷെയ്ക്കാൻ്റെ കൊടുക്കുന്നത് എന്നൊരു വിളി വിളിച്ചത് മാത്രമേ ഉള്ളൂ. ക്രിസ്മസ് അപ്പൂപ്പനില്ല, ഞങ്ങൾ മാത്രം അവിടെ നിന്ന് പാടിക്കൊണ്ടിരിക്കുക മധുരവഴി ഓടികളഞ്ഞ്. അപ്പൊ ഇനി ഒരുപാട് നല്ല ചിരികളും പരിപാടികളും ഒക്കെ നമുക്ക് ഇവിടെ ആസ്വദിക്കാം. എന്റെ സെന്റേട്ടാ നമുക്ക് അങ്ങോട്ടിരിക്കാം. ഓക്കെ ഓക്കെ. So moving on, നമ്മുടെ അടുത്ത സ്റ്റാൻഡപ്പ് കൊമേഡിയൻ സ്വനം ഫ്രം തൃശൂർ. Swanam, welcome to Once Upon a Time. Thank you so much. Swanam, it's a very different name. അതെ, ഡിഫറെന്റ് ആവാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടുകാരിട്ട പേരാണ് സ്വനം എന്നുള്ളത്. ശരി, വീട്ടിലാരെങ്കിലും സംഗീതവുമായിട്ട് ബന്ധമുള്ള പാട്ട് പാടുന്ന? സംഗീതമായിട്ട് ബന്ധമില്ല, എനിക്ക് സംഗീതമായിട്ട് ബന്ധമുണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പ്. അത് കഴിഞ്ഞിട്ട് ആ ബന്ധം അവളുടെ വീട്ടുകാർ പിടിച്ചപ്പോ നിർത്തി. അങ്ങനെ പിന്മാറാൻ പാടുണ്ടോ? ഇപ്പൊ ഞാൻ വേറൊരാളായിട്ട് ബന്ധത്തിലാണ്. ശരി, സ്വനം കപൂർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഹിന്ദി നടിയുടെ ഒക്കെ പേരായിട്ട് വേണേ ചെയ്യാൻ പറ്റും. സോനം കപൂർ ഉണ്ട്, എനിക്കറിയാം. ഞാൻ സ്വനം കപൂർ എന്ന് വേണമെങ്കിൽ ഇടാമെന്നുള്ളതേ പറഞ്ഞുള്ളൂ. സോനം കപൂർ വേറെ, സ്വനം കപൂർ വേറെ. ഇത് സാങ്കല്പിക കഥാപാത്രം. ഒരു കാര്യം, പിഷാരടി, നിനക്ക് സഹായം വേണം. എന്റെ സഹായം വേണം. പിള്ളേരെന്നെ ഒറ്റപ്പെടുത്തുക. അതെ, ഞാൻ പറഞ്ഞാണ്ട് കൂടെ കേട്ടോ. ഓക്കെ, നമുക്ക് രണ്ടിനും കൂടെ പിടിക്കാം. ആ, വെളച്ചിലെടുക്കരുത് കേട്ടോ. നിങ്ങൾ ഏത് കോളേജാ? IAS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, ചിറ്റിലപ്പള്ളി, തൃശ്ശൂർ. താൻ സ്റ്റുഡന്റ് ആണോ? അല്ലല്ല, ഫാക്കൽറ്റി ആണ്. ടീച്ചറാണോ ഇത്? ആഹാ. അപ്പൊ നമുക്ക് സ്വനത്തിന്റെ പെർഫോമൻസിലേക്ക് കടക്കാം. ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നമുക്കൊരു ഡ്രീം ഉണ്ടാവും. അതുപോലെ എനിക്കും ഒരു ഡ്രീം ഉണ്ട്, ടു ബിക്കം എ ഫിലിം റൈറ്റർ. അതാണ് എൻ്റെ ഡ്രീം എന്ന് പറയുന്നത്. ഒരു തിരക്കഥ എഴുതണം, ആ നല്ല രീതിയിൽ ഒരു സിനിമയായി കാണണം എന്നൊക്കെയുള്ളതാണ് എൻ്റെ ഡ്രീം. ഏതൊരു നാടായാലും അവിടെ ഒരു കുടിയനുണ്ടാവും. നമ്മുടെ നാട്ടിലും ഒരു കുടിയനുണ്ട്. നമ്മുടെ നാട്ടിലെ സീനിയർ കുടിയനാണ് ലോനപ്പൻ ചേട്ടൻ. പുള്ളിയുടെ താടിയില്ലേ, 1-ാം തീയതി പുള്ളിയുടെ താടി ഇങ്ങനെ പിഴിഞ്ഞു കഴിഞ്ഞാൽ തലേദിവസം അടിച്ച മദ്യത്തിന്റെ 1/2 ലിറ്റർ പിഴിഞ്ഞെടുക്കാം. അജാതി കുടിയനാണ് നമ്മുടെ ലോനപ്പേട്ടൻ. ഒരു ദിവസം ലോനപ്പൻ ചേട്ടൻ അടിച്ച് ഫിറ്റായിട്ട് വരികയാണ്. ഞാൻ വന്നിട്ട് ആ അടി തീവ്രത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി നോക്കുമ്പോൾ അന്ന് ഈ ക്രിസ്മസ് ഒക്കെ നടക്കുന്നത്, ഇപ്പൊ ഇതുപോലത്തെ ഒരു അന്തരീക്ഷമൊക്കെ നടക്കാം. എല്ലാ വീടുകളിലും പടക്കങ്ങൾ പൊട്ടിക്കുന്നുണ്ട്, ഗുണ്ടുകൾ പൊട്ടിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നിൽക്കണ സമയത്ത് ലോനപ്പൻ ചേട്ടൻ ഇങ്ങനെ ആടിക്കൊഴിഞ്ഞു വന്ന് നോക്കുമ്പോൾ ഒരു ഗുണ്ട് കിടക്കുക റോട്ടില്. പുള്ളി ഇതെടുത്ത് പോക്കലിട്ടപ്പോഴാണ് ലോനപ്പൻ ചേട്ടൻ മനസ്സിലായത് ഇത് ആരാണ്ട് കത്തിച്ചിട്ട ഗുണ്ടാന്ന്. ഈ ഗുണ്ട് ഇവിടെ കിടന്ന് പൊട്ടിയതിന് ശേഷം ലോനപ്പൻ ചേട്ടൻ ഒരു 3 മാസത്തേക്ക് ഒരൊറ്റ നിപ്പ അങ്ങനെ ഈ കൈ താഴേക്ക് ഇറക്കാൻ പറ്റൂല. അതിനുശേഷം ലോനപ്പൻ ചേട്ടൻ്റെ പേര് ശക്തിമാൻ ലോനപ്പൻ ചേട്ടൻ എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇങ്ങനെ ലോനപ്പൻ ചേട്ടൻ അടിയും ഫിറ്റാവലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സർക്കാർ മദ്യനിരോധനം നടപ്പിലാക്കി. കേരളത്തിൽ സമ്പൂർണ്ണ മദ്യനിരോധനം. അപ്പൊ അതുവരെ വലത് ചായ്വുണ്ടായിരുന്ന ലോനപ്പൻ ചേട്ടൻ വലതിന്റെയും ഇടതിന്റെയും ഭരണപരിഷ്കാരങ്ങളിൽ എതിർത്തുകൊണ്ട് സ്വതന്ത്രനാവാൻ തീരുമാനിച്ചു. സ്വന്തമായിട്ട് വാറ്റി കുടിക്കാൻ തുടങ്ങി. ഇപ്പൊ ലോനപ്പൻ ചേട്ടൻ നമ്മുടെ കേരളത്തില് ആകപ്പാടെ സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാവണ ജയിലില് പൊറോട്ടയ്ക്ക് മാവ് ഇടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ലോനപ്പൻ ചേട്ടൻ പറയണ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പൊന്നുമോനെ, ഞാൻ ഈ പണ്ട് വെള്ളമൊക്കെ അടിച്ച് ഫിറ്റായി വന്നിട്ട് എൻ്റെ ഭാര്യനെ മക്കൾ എടുത്തിട്ടിരിക്കുന്ന സമയത്ത് ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് സത്യത്തിൽ ഇപ്പോഴാണ് ഉപകാരപ്പെട്ടത് ലൈഫിൽ. പക്ഷെ ലോനപ്പൻ ചേട്ടൻ്റെ ഭാര്യയും മക്കളും പറയുന്നതെന്ന് വെച്ചാൽ കർമ്മ എന്ന് പറഞ്ഞാൽ വെറും ഡാഷ് ആണെന്നാണ്. അതാണ് ലോനപ്പൻ ചേട്ടൻ്റെ അവസ്ഥ.
ഇപ്പൊ ഒരു സീനിയർ കുടിയൻ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊരു ജൂനിയർ കുടിയനുണ്ട്. ഈ ജൂനിയർ കുടിയന്റെ പേരാണ് ആൽഫ്രഡ് എന്ന് പറഞ്ഞത്. ഈ കുപ്പി പാട്ട പ്ലാസ്റ്റിക് ഒക്കെ പറക്കാൻ വരുന്ന ആൾക്കാർ വരും. അപ്പൊ അവരിങ്ങനെ വിളിച്ചു പറയും, കുപ്പി പാട്ട, അതിങ്ങനെ ഉറക്കനെ വിളിച്ചു പറയും. ഈ കുപ്പി നേട്ട വരെ ഓടിയെത്തും. എന്നിട്ട് ചോദിക്കും, എവിടെ കുപ്പി? അജാതി കുടിയനാണ് ഇവൻ. പക്ഷെ ഇവന് കുട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ആംബിയൻസ് വേണം. അപ്പൊ അങ്ങനെ ഒരു ദിവസം ആംബിയൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുഞ്ചപ്പാടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. അപ്പോൾ കണ്ണത്ത ദൂരം പാടായിരിക്കും. ഈ പുഞ്ചപ്പാടത്ത് പോയിട്ട് ഇവൻ ആംബിയൻസ് ഉണ്ടാക്കി കുടിക്കാൻ പോവാണ്. അപ്പൊ ഈ പുഞ്ചപ്പാടത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. അത് അവിടെ ഒരു കൈവഴി ഉണ്ടാവും. ഈ കൈവഴിയുടെ സൈഡിൽ ചെറിയ ചെറിയ തൈത്തങ്ങുകൾ ഉണ്ടാവും. പിന്നെ ഇപ്പുറത്ത് ചെളിയായിരിക്കും. ഇവന്റെ ഷർട്ടും ഡ്രസ്സൊക്കെ അഴിച്ച് ഈ തൈത്തങ്ങും ഇട്ടിട്ട് ഈ ചെളിയിൽ ഇറങ്ങി ഇങ്ങനെ ഉഴുവാൻ തുടങ്ങി. ഉഴുത് കയറി വരും, 2 അടിക്കും. പിന്നെയും പോയി ഉഴുത് കയറി വരും, 2 അടിക്കും. അങ്ങനെ അടിയൊക്കെ കഴിഞ്ഞ് മച്ചാൻ തിരിച്ചു വന്നപ്പോ ഈ ഷർട്ടും ജീൻസും കാണാനില്ല. ഇതാ 2 അടിച്ചുകൊണ്ട് പോയി. അർദ്ധതഗ്നനായിട്ട് പുള്ളിക്കാരൻ നേരെ തൊട്ടടുത്തുള്ള ഒരു തുണിക്കടയിൽ നിന്ന് ഡ്രസ്സ് വാങ്ങാൻ പോവാണ്. അവിടെ ചെന്നപ്പോൾ പുള്ളിക്ക് മനസ്സിലായത് അന്ന് ഏതോ ഒരു വ്യാപാരിനെ ഏതോ ഒരുത്തൻ കൊഞ്ഞനം കുത്തി എന്ന് പറഞ്ഞിട്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഹർത്താൽ പ്രഖ്യാപിച്ചേക്കാണ്. ഒറ്റ കട തുറന്നിട്ടില്ല. 10-14 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഈ പുഞ്ചപ്പാടത്തേക്ക്. ഇവൻ ഈ 14 കിലോമീറ്ററും ബൈക്കുമ്മേ ഒറ്റ തോർത്ത് മുണ്ട് കൊടുത്തിട്ട് വരികയാണ്. ടൗണിൽ കൂടെ കറങ്ങി ഇവന്റെ വീട്ടിൽ ചെളിയൊക്കെ ആയിട്ട് വീട്ടിലെത്തിയപ്പോഴാണ് വേറെ കോമഡി. ഇവന്റെ പെണ്ണ് കാണാൻ ആൾക്കാർ വന്നിട്ട് വീട്ടിലിരിക്കുക. സ്വാഭാവികം. ഇവൻ വീട്ടിലേക്ക് കയറി വന്ന വഴി പ്ലേറ്റ് മറിച്ചു. അബദ്ധങ്ങളിൽ പ്ലേറ്റ് മറിക്കാൻ വിടുക്കാനാണ് ആൽഫ്രഡ്. അപ്പൊ പ്ലേറ്റ് മറിച്ചിട്ട് ഇവൻ ഇറങ്ങിയ വഴി പെണ്ണ് കാണാൻ ആൾക്കാർ വന്നിട്ടുണ്ട്. കണ്ട വഴി ഇവൻ, അമ്മേ അടിച്ചമ്മേ, ഫസ്റ്റ് പ്രൈസ് അടിച്ചമ്മേ എന്ന്. അപ്പോ അമ്മ ചോദിച്ചു, എന്താ? കൽപ്പ എന്തിയ കർഷകൻ, അതായിരുന്നു എൻ്റെ പെർഫോമൻസ്. അവിടെ അന്ന് പെണ്ണ് കാണാൻ വന്ന ചെക്കൻ്റെ അമ്മാവൻ തുടങ്ങിയിട്ട് ചെക്കൻ വരെ ഇവനെ അപ്രീഷിയേറ്റ് ചെയ്ത് ഷെയ്ക്കാന് കൊടുത്തിട്ട് വീട്ടിൽ പോയി. അങ്ങനത്തെ ഒരുത്തനാണ് നമ്മുടെ ഈ ആൽഫ്രഡ്. ഇപ്പൊ എൻ്റെ പുതിയൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോ ത്രില്ലർ എഴുതാനാണ്. കാരണം ഇത്രയ്ക്കും വലിയ സൈക്കോകളെ വെച്ചിട്ട് എനിക്കൊരു ക്രൈം ത്രില്ലർ എഴുതാൻ പറ്റില്ല. നേരെ സൈക്കോ ത്രില്ലറിലേക്ക് ഞാൻ കൺവേർട്ട് ആവാണ്. താങ്ക് യു. ഹായ് സ്വനം, ഗുഡ് പെർഫോമൻസ്. താങ്ക് യു സോ മച്ച്. ഈ പറഞ്ഞ കഥാപാത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സ്വന്തമാണോ? എല്ലാം എനിക്ക് പരിചയമുള്ള എന്നെ ചുറ്റുപറ്റി നിൽക്കുന്ന ആൾക്കാരാണ്. സോനം ചേട്ടാ, നിങ്ങളുടെ പേര് പോലെ തന്നെ നിങ്ങളുടെ തമാശകളും വളരെ പുതുമയുള്ളതായിരുന്നു. ഗംഭീരമായി കേട്ടോ. നന്ദി. സുനം, നമസ്കാരം. വളരെ രസമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിലെ ഓരോരോ സംഭവങ്ങൾ അങ്ങനെ എനിക്കൊരിക്കലും ഇങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല. പറയുകയാണെങ്കിൽ ആ ഒരു മാറ്ററേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇതൊരു മാറ്ററിൽ നിന്ന് ഇങ്ങോട്ട് ചാടി അങ്ങോട്ട് പോയി അവിടെ പോയി ഇവിടെ പോയി ഇവിടം വരെ എത്തിച്ചു. വളരെ രസമായിരുന്നു. ഇനി വരുമ്പോൾ ഇതിനേക്കാളും ഗംഭീരമായിട്ടുള്ള സംഭവമായിട്ട് ഇറങ്ങി വരണം. ഓക്കെ, അപ്പോൾ ഇന്നസെൻസ് സാർ പറഞ്ഞ പോലെ ഇനി വരുമ്പോൾ ഇതിലും ഒരുപാട് മുകളിൽ നിൽക്കുന്ന പെർഫോമൻസുമായിട്ട് വീണ്ടും എത്തുക. സോ താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. വൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0 വേദിയിലേക്ക് ചിരിക്കഥകളുമായി എത്തുന്ന സ്റ്റാൻഡപ്പ് കൊമേഡിയൻ നെൽസൺ തോമസ് ഫ്രം കോട്ടയം. നെൽസൺ തോമസ്, ഈ നൃത്തരൂപത്തിന്റെ പേരെന്താണ്? ഇത് ക്ലാസിക്കലാണോ, സിനിമാറ്റിക് ആണോ, ട്വിസ്റ്റ് ആണോ, ഫ്യൂഷൻ ആണോ, ഡിസ്കോ ആണോ, എന്താണ്? ഇതങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ഒരു നൃത്തരൂപമല്ല. അല്ല, ഞാൻ 10-12 വർഷത്തെ തപസ്യ കൊണ്ട് സ്വായത്തമാക്കിയ ഒരു കലാരൂപമാണ്. അതെ, ഞാൻ ഇങ്ങനത്തെ ഡാൻസ് കണ്ടിട്ടുള്ളത് എവിടെയാണെന്ന്. പല നാട്ടിലും ഗാനമേള മൂത്ത് തീരാറാകുമ്പോൾ ഒറ്റപ്പെട്ടൊരു നർത്തകനുണ്ടാവും. ഒറ്റപ്പെട്ട നർത്തകൻ. അവൻ കളിക്കുന്ന സ്റ്റെപ്പാകും നാട്ടിലാരും കളിക്കില്ല, ആർക്കും അവനെ പോലെ കളിക്കാൻ പറ്റത്തില്ല. അവൻ മാത്രം ചില പ്രത്യേക സാധനങ്ങൾ എടുക്കും. ഒരു സെക്കൻഡ് ലാസ്റ്റ് പാട്ടൊക്കെ ആകുമ്പോൾ ഇവനെ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നതാണ്. അതാണ് ഇവന്റെ ക്ലൈമാക്സ്. അതാ ആ നൃത്തമാണ് നിങ്ങൾ അവതരിപ്പിച്ചത്. അതെനിക്ക് ഈ അവസ്ഥയിൽ ഇവിടെ കാണാൻ പറ്റിയ വലിയ സന്തോഷമാണ്. പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് ഉണ്ടാക്കി ചെയ്യാൻ പറ്റില്ല. വളരെ കാലങ്ങൾ മനസ്സിൽ ഉള്ളത് കൊണ്ടാണ് അത് ഭംഗിയായിട്ട്. ശരിക്ക് മണിച്ചിത്രത്താഴിലെ രാമനാഥന്റെ വേഷം പുള്ളിക്ക് കൊടുക്കേണ്ടതായിരുന്നു. നാഗവല്ലിയെ കളത്തിലേക്ക് കൊണ്ടുവരാൻ വിളിച്ചുകൊണ്ടുവരാനുള്ള നൃത്തം അത്ര ഗംഭീരമായി. എവിടെ സ്ഥലം? കോട്ടയം. അപ്പൊ പുള്ളിക്ക് ഓക്കെ, താങ്ക് യു. ഓക്കെ. 1988 മെയ് 31 ആ ദിവസത്തിന്റെ പ്രത്യേകത ആർക്കെങ്കിലും അറിയോ? നെൽസന്റെ ബർത്ത്ഡേ ആണോ? കറക്റ്റ്. അന്ന് പ്രത്യേകിച്ച് നല്ല കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. പക്ഷേ അന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഞാൻ ജനിച്ചത്.
എന്നെ കയ്യിലോട്ട് എടുത്തു വാങ്ങിയ ശേഷം എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് ഞങ്ങളുടെ വല്യമ്മച്ചി പറഞ്ഞു, ശോ, ഞാൻ അപ്പോഴേ അവളോട് പറഞ്ഞതാ, ഒത്തിരി കറുത്ത അലുവായും കട്ടൻ കാപ്പി ഇതൊന്നും തിന്നരുത്. അതാണ് എൻ്റെ ജീവിതത്തിൽ കേട്ട ആദ്യത്തെ ഷോ. അതിനുശേഷവും ഞാൻ ഒത്തിരി ഷോ കേട്ടു. ഒരു കാര്യം പറയാം, ഞങ്ങളുടെ വല്യമ്മച്ചിയുടെ വിചാരം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കഴിക്കുന്ന സാധനം എന്താണോ അതാണ് നമ്മുടെ കളർ. കട്ടൻകാപ്പി കുടിച്ചാൽ കറുത്തു പോകും, അല്ലെങ്കിൽ കറുത്ത അലുവ തിന്നാൽ കറുത്തു പോകും. മുന്തിരിങ്ങാവൊന്നും ഞങ്ങളുടെ വീട്ടിൽ തിന്നാനേ സമ്മതിക്കത്തില്ല. അങ്ങനത്തെ ഒരു സെറ്റപ്പായിരുന്നു. ഇന്നും നമ്മുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്നത് തിന്നുന്ന സാധനം എന്താണോ അതാണ് നമ്മുടെ കളർ എന്ന് വിചാരിക്കുന്ന ഒരു ഡിജിറ്റൽ ഇന്ത്യയിലാണ് എൻ്റെ വല്യമ്മച്ചിയും എൻ്റെ അമ്മച്ചിയും ഇപ്പം ഞാനും ജീവിക്കുന്നത്. നമുക്കറിയാം ഈ കറുപ്പിൽ വലിയ കാര്യമൊന്നുമില്ലെന്ന്, എല്ലാം ശരിയാ. എൻ്റെ അപ്പൻ നല്ല കറുത്തതായിരുന്നു, പക്ഷേ ആള് പണക്കാരനായിരുന്നു. എൻ്റെ അമ്മച്ചി നല്ല വെളുത്തതായിരുന്നു, പക്ഷെ പാവപ്പെട്ടവളായിരുന്നു. ഞാനിപ്പോ പാവപ്പെട്ടവനുമാണ്, കറുത്തതാണ്. ഇത് ചിലർക്കേ ഉള്ളൂ കേട്ടോ ഈ ഒരു സെറ്റപ്പ്. ഓർക്കണം, കലാഭവൻ മണി തൊട്ട് രജനീകാന്ത് വരെ, വാവാ സുരേഷ് തൊട്ട് ബാരക് ഒബാമ വരെ എല്ലാവരും അവരവരുടെ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ തന്നെയാണ്. എന്നാലും ശ്രദ്ധിക്കണം, എന്നാലും ഇത്തരക്കാരെ എവിടെയെങ്കിലും പോയാൽ ഒരു ഷോ എന്നേലും കേൾക്കേണ്ടി വരും. ഒരു തുണിക്കടയിൽ പോയി തുണി എടുത്തെന്നിരിക്കട്ടെ, ഷോ ഈ കളർ സെറ്റാകത്തടാ, നീ കുറച്ചുകൂടെ ലൈറ്റ് കളർ എന്തേലും സെറ്റ് ചെയ്യും, ഞാൻ അതാ നോക്കാം. ഇനി അത് ഇട്ടാലോ, എന്നൊക്കെ കാണിച്ചിട്ട് ഒരു മെനയാകുന്നില്ലല്ലോടാ. ഈ ഒരു എക്സ്പ്രഷൻ ഷോ നമുക്ക് കേൾക്കേണ്ടി വരും. അതെല്ലാം പോട്ടെ, ഇനി നമുക്ക് ഒരു ചെറിയ ഒരു കരുതയം എടുക്കുക. ഒരാൾ മരിച്ചുപോയി, ആ നാട്ടിൽ ഒരാൾ മരിച്ചു പോയെങ്കിൽ അവിടെ ആരെങ്കിലും വെള്ളക്കൊടി കുത്തുവോ, അല്ലെങ്കിൽ പച്ചക്കൊടി കുത്തുവോ, ചുമലക്കൊടി കുത്തുവോ? ഒന്നുമില്ല, ഒരു കറുത്ത കരിങ്കൊടി അത് നമ്മൾ കുത്തും. അതൊന്നാമത്തെ കാര്യം. നമുക്കൊരു ചെറിയ ട്രാവൽ ഏജൻസിയോ ഒരു ചെറിയൊരു STD ബൂത്തല്ലോ ഒട്ടെന്നിരിക്കട്ടെ, നമ്മൾ എവിടുന്നേലും നാട് കൂടെ തപ്പി പിടിച്ച് ഒരു വെളുത്ത പെണ്ണിനെ റിസപ്ഷനിസ്റ്റായി അതിൻ്റെ മുന്നിൽ കൊണ്ടുപോയിരുത്തും. ഏതേലും പരിപാടി നമ്മൾ എന്തേലും പരിപാടി ചെയ്താലും എല്ലായിടത്തും നമ്മൾ ഈ വെളുത്ത മുഖേ നമ്മൾ വെക്കത്തുള്ളൂ. അതെല്ലാത്തിനും വേണ്ടി വേറൊരു കാര്യമുണ്ട്. ഈ കാണിക്കാവുന്ന അക്രമം എല്ലാം കാണിച്ചിട്ട് ഓർക്കണം, വെളുക്കാനുള്ള എല്ലാ സാധനവും മോന്തേ തേച്ചിട്ട് സ്റ്റേജിന്റെ മുകളിൽ നിന്നിട്ട് കറുപ്പ് താൻ എനിക്ക് പിടിച്ച കളറ്, ആ കറുപ്പ് താൻ എനിക്ക് പിടിച്ച കളറ്, കണ്ണ് രണ്ടു എന്നെ മയക്കും 1000 വാട്ട്സ് പവർ, കറുപ്പ് താൻ എനിക്ക് പിടിച്ച കളറ്, കളറ് കളറ് കളറ്. ഇനി നമ്മൾ ദൈവത്തിന്റെ കാര്യം എടുത്താലോ, അവിടെയുണ്ട് ഈ പ്രശ്നം. ഓർക്കണം, ബൈബിളിന്റെ അകത്ത് വെയിലത്തൂടെ നടന്ന് ശിഷ്യന്മാരെയും പഠിപ്പിച്ച് മീൻപിടുത്തക്കാരെയും പഠിപ്പിച്ച് അത്ഭുതങ്ങളും കാട്ടി തരുന്ന കർത്താവ് ഈശോ മിശിഹായുടെ പടം വരെ നമ്മൾ വരയ്ക്കുമ്പോൾ വെളുത്തു ചുവന്ന് കുഞ്ചാക്കോവനെ പോലെ വെച്ചേക്കും. എന്നാ എവിടെയായാലും നമ്മളൊരു പിശാചിന്റെയോ ചെകുത്താന്റെയോ പടം വരച്ച എവിടുന്നാന്ന് അറിയത്തില്ല, ലോകത്തുള്ള എല്ലായിടത്തു നിന്നും കുറെ കറുത്ത പെയിന്റ് വാങ്ങിച്ചു അങ്ങ് വെച്ചു. കാലം പോയി, അച്ഛനും അമ്മയ്ക്കും മനസ്സിലായി അവന് കല്യാണപ്രായമായി. അങ്ങനെ എൻ്റെ 34ാമത്തെ വയസ്സിൽ അവരെന്നെ പെണ്ണ് കെട്ടിക്കുവാൻ തീരുമാനിച്ചു. അവിടെ ട്വിസ്റ്റ് ഉണ്ടേ. പെണ്ണ് കെട്ടിക്കാൻ നേരത്ത് ഒരു ബ്രോക്കറിനെ 2 ഫോട്ടോ എടുത്തു. അപ്പൊ ഞാൻ വീണ്ടും കേട്ടു, ഷോ പണ്ട് 88 അമ്മച്ചി പറഞ്ഞ അതേ ഷോ ഇവിടെ. അപ്പൊ ഫോട്ടോ കണ്ടിട്ട് ബ്രോക്കർ ചോദിച്ചു, വേറെ ഫോട്ടോ ഒന്നും ഇല്ലേ ചെറുക്കണ്ടേ? അപ്പൊ അവൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ഒരു ചെറുക്കനേ ഉള്ളൂ, ഞങ്ങളുടെ പ്രോഡക്റ്റ് കറുത്താണെങ്കിലും ഞങ്ങൾക്ക് വേണ്ട മരുമോള് വെളുത്തായിരിക്കണം. അപ്പനെ ഭയങ്കര നിർബന്ധം. ഓക്കെ, സമ്മതിച്ചു. അവർ തപ്പി കഷ്ടപ്പെട്ട് ചങ്ങനാശ്ശേരിയിൽ നിന്നും ഒരു ബേക്കറി ഉടമസ്ഥന്റെ നല്ല മുട്ടപ്പംസ് പോലെ ഒരു പെങ്കൊച്ചനെ കണ്ടുപിടിച്ചു. എല്ലാം കഴിഞ്ഞ് ഞാൻ പെണ്ണ് കാണാൻ പോയി. ഞാൻ പെണ്ണ് കാണാൻ ചെന്നപ്പോൾ പെണ്ണോടിരിക്കുക. അപ്പൊ എനിക്കൊരു പ്രശ്നമുണ്ട്, പെണ്ണ് കണ്ടിട്ട് എനിക്ക് ഇച്ചിരി കോംപ്ലക്സിന്റെ അസുഖമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പൊ പെങ്കൊച്ചെനിക്ക് കോംപ്ലം കലക്കി തന്നു, അത് കുടിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നിടത്ത് പെങ്കൊച്ചോട് പറഞ്ഞു, എനിക്ക് കാര്യം ചെയ്യും, എനിക്ക് താൻ മറുപടി ഒന്നും തരണ്ട, ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ബ്രോക്കറിനെ പറഞ്ഞ് അറിയിച്ചാൽ മതി. എനിക്കത് പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ വീട് വരെ തിരിച്ച് വണ്ടി പിടിച്ച ഒരു മേടിയ കയ്യിലെ കിടന്നു പറഞ്ഞു. എല്ലാം ഞാൻ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് 2 ദിവസം അങ്ങനെ പറയാൻ വേറെ കാരണം കൂടെ കേട്ടോ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴല്ല ഒത്തിരി പെണ്ണുങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഒരുപാട് പെണ്ണുങ്ങളോട് പറഞ്ഞു. എല്ലാവരുടെ അഭിപ്രായം എന്തായിരുന്നു തിരിച്ച്, നെൽസൺ നിനക്ക് മാത്സിന് മാർക്ക് കുറവാണ് കേട്ടോ, നെൽസൺ നിനക്ക് സയൻസിന് മാർക്ക് കുറവ് കേട്ടോ, നെൽസൺ നീ MBA പഠിക്കുമ്പോൾ അക്കൗണ്ടൻസി ശ്രദ്ധിക്കണം കേട്ടോ. അതായത് എൻ്റെ അപ്പനും അമ്മയ്ക്കും എന്തിന് എൻ്റെ സർക്കാരിനും എൻ്റെ ഗവൺമെന്റിനും എൻ്റെ സ്കൂളിന് പോലും എൻ്റെ പഠിപ്പ് ഇത്ര ഉത്തരവാദിത്വം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇഷ്ടപ്പെടുമ്പോൾ മാത്രം പെണ്ണുങ്ങൾക്ക് എൻ്റെ പഠിപ്പും എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഉത്തരവാദിത്വം. ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഞാൻ ആ പെണ്ണോട് അന്നൊന്നും പറയായിരുന്നു. എല്ലാം കഴിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പം വാട്ട് എ മെഡിക്കൽ മിറാക്കിൾ, ആ ബ്രോക്കർ എന്നെ വിളിച്ച് പറയുകയാണ്, പെണ്ണിന് പയ്യനെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒറ്റ ഡിമാൻഡേ ഉണ്ടായിരുന്നുള്ളൂ, എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം, ആ പെണ്ണിനെ മനസ്സ് മറന്നു.
എല്ലാം കഴിഞ്ഞു. കല്യാണം നടന്നു. ഫസ്റ്റ് നൈറ്റ് ആയി. ഫസ്റ്റ് നൈറ്റ് ആയപ്പോ എനിക്കൊരു ആഗ്രഹം. ഒളിച്ചൊരു കാര്യമില്ല. ഞാൻ പയ്യ പെണ്ണിന്റെ അടുത്ത് ചെന്നു. അവളുടെ കൈയെടുത്ത് തന്നെ മടി വെച്ചു. എന്നിട്ട് ഞാൻ അങ്ങ് പറഞ്ഞു, ഡിവേ എന്റെ എന്താ നിന്നെ ആകർഷിച്ചത്? എന്റെ കരുത്തുറ്റ ശരീരമാണോ, അനുരാഗം വഴിഞ്ഞൊഴുകുന്ന എൻ്റെ ഈ കണ്ണുകളാണോ, ആരെക്കൊട്ടും കവിത എടുത്തുക്കുന്ന എൻ്റെ ഈ അധരങ്ങളാണോ, എന്താ നിന്നെ ആകർഷിച്ചത്? പറ, നീ പറ. അവള് കുറച്ച് ലജ്ജയോടുകൂടി എന്നോടൊരു കാര്യം പറഞ്ഞു. ചേട്ടാ, എനിക്കെൻ്റെ മമ്മിയെ ഒത്തിരി ഇഷ്ടം. എനിക്ക് വീട്ടിൽ നിന്ന് പോരുമ്പം എൻ്റെ മമ്മിയെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ചേട്ടനെ കല്യാണം കഴിച്ചാൽ എനിക്ക് എൻ്റെ മമ്മിയെ മിസ് ചെയ്യില്ല. കാരണം ചേട്ടനും എൻ്റെ മമ്മിക്കും ഒരേ സൗണ്ടാ. തകർന്നു പോയി എൻ്റെ ലൗകിക ജീവിതം. താങ്ക് യു. നമുക്കൊരു വലിയ കൈയടി കൊടുക്കണം. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. എനിക്കത് ഫൺസിന്റെ സ്റ്റേജിൽ ചിരിച്ച് ഞാൻ കരഞ്ഞിട്ടുള്ളത് ഈ ഒരു പെർഫോമൻസിലാണ്. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. സൂപ്പർ സൂപ്പർ അടിപൊളി. ഒരാൾ ഇത്രയും നേരം ഒറ്റയ്ക്ക് ഒരു പ്രത്യേക സംഭവം അല്ലേ അത് പറഞ്ഞ് ഈ കാണുന്ന ഞങ്ങളെയൊക്കെ ചിരിപ്പിച്ച് ഒരാള് താൻ മാത്രമേ ഉള്ളൂ. കാരണം ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് ഇങ്ങനെ വരുന്നറിയില്ല. എങ്ങനെ എനിക്കതല്ല, വീട്ടിൽ നിന്ന് വരുമ്പോഴും എന്തുകൊണ്ട് എന്നെ ഇഷ്ടപ്പെട്ടു, എൻ്റെ അമ്മയുടെ ശബ്ദവും ഇയാളുടെ ശബ്ദവും ഒരേപോലെയാണ് എന്നുള്ളത് സാധാരണ നമുക്കുള്ളൊരു ഇത് ആരും പറയില്ല. ഇത് അത് വെച്ച് മുതലെടുത്തു ഇയാൾ. അതാണ് നിങ്ങളുടെ വലിപ്പം. മനസ്സിലായോ? അസലായിരിക്കും. നിങ്ങളുടെ ഒരു പ്രകടനം വളരെ ഗംഭീരമായിട്ടുള്ള പ്രകടനമായിരുന്നു. ഗംഭീരമായിട്ടുള്ള പ്രകടനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഈണവും താളവും നീട്ടലും കുറുക്കലും അതിന് കൊടുക്കേണ്ട എക്സ്പ്രഷൻസും അതിൻ്റെ ഒരു ടൈമിങ്ങും അതിൻ്റെ ഒരു പവറും എല്ലാം വളരെ ഗംഭീരമായിട്ടുള്ള സംഭവമായിരുന്നു. വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ബോഡി ഷേമിങ്ങും റേസിസവും ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നിങ്ങൾ ഇത്ര ഫണ്ണായിട്ട് പറഞ്ഞു പോയിട്ടുള്ളത്. സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഒരു ഇന്റർവ്യൂ ചോദിച്ചതാണ് ഈ കാര്യം. ഈ വിഷയം വന്നപ്പോൾ എന്തുകൊണ്ടാണ് കള്ളപ്പണത്തിന് ബ്ലാക്ക് മണി എന്നും ബ്ലാക്ക് ടിക്കറ്റ് എന്നും ഫോണിൽ ബ്ലാക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ് പിടിക്കപ്പെടുന്നവനെ ബ്ലാക്ക് ലിസ്റ്റ് എന്നും പറയുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് 5 വർഷം മുമ്പ് അദ്ദേഹം ചോദിക്കണേ ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഇതെല്ലാം ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അത് പിന്നെ നമുക്കൊരു ബ്ലാക്ക് എന്ന് പറയുന്നത് ഒരു ഇരുട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് അടുത്ത് എന്താണെന്ന് അറിയില്ലാത്ത, നമ്മളുടെ കാഴ്ച ഇല്ലാതാവുന്ന ഒരു അവസ്ഥയെ റെപ്രസെൻറ്റേറ്റ് ചെയ്തിട്ടാണ് അങ്ങനെ ആയതെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് അതെല്ലാം ദുരുപയോഗം ചെയ്യപ്പെടുകയും ഒരുപാട് ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ വലിയ രീതിയിൽ പരിഹസിക്കപ്പെടുകയും പരാമർശിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ആ ഒരു സബ്ജക്റ്റ് എടുത്തുകൊണ്ട് നിങ്ങൾ വളരെ ഗംഭീരമായിട്ട്, വളരെ സർക്കാസം ഇവിടെ ഗംഭീരമായിട്ട് പറഞ്ഞു പോയി. വളരെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. Thank you so much. For all the best. Please. Once upon a time version 2.0 ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇങ്ങനെ എന്ത് ചെയ്യൂത്? ഇങ്ങോട്ട് വേടാ. ആ അവിടെ ഇരുന്ന കാര്യം നടക്കോ? ആ ആരായാലും എന്താണ്, ഇരിക്കുന്നിടത്തൊന്നും കാര്യം സാധിക്കാൻ പറ്റില്ല. നമ്മള് ആവശ്യക്കാർ വന്നം വാടകടെ നിന്നോടല്ലേ പറയണത്? പൊട്ടനാ. ആ പൊട്ടൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്കടാ. കുറച്ച് അല്ല, ഇവിടെ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക. അതിനകത്ത് ഇങ്ങനത്തെ കോമഡികൾ വേണ്ട. അല്ല ചേട്ടാ നോക്കാം, ഇത് ഞങ്ങളുടെ സംസാരിച്ചോളാം. ചേട്ടൻ ഗസ്റ്റ് ആയിട്ട് തന്നെ ഇരുന്നാൽ മതി. ഓക്കെ. എന്തോ താനെന്തോ എന്ത് ചെയ്യും? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എടാ പിഷാരടിക്ക് എന്തോ പറയാണ്ടെന്ന്, നീ കട്ട് ചെയ്തോ. ആ ശരിയാ, ഞാൻ വന്നിട്ട്. അതെ, പിഷാരയുടെ പരിപാടി കൊള്ളൂല എന്ന് പറഞ്ഞ ഒരുത്തൻ എന്നെ വിളിച്ചിട്ട് നിരന്തര ശല്യം. അവന് ഇവിടെ വന്ന് പിഷാരനെ ഇടിക്കണോന്ന്. ഞാൻ വിടുവാനാ, നമ്മൾ ധൈര്യം പാടാന്ന് പറഞ്ഞു. ഞാൻ അവനോട് 2 ചീത്ത പറയാന്ന് ഓർത്തിട്ട് അവിടുന്ന് ഇവിടം വരെ. ഞാൻ വിടൂല. ഞാൻ ഓർത്തില്ലേ, എന്നെ അങ്ങനെയല്ല, ഞാനടുത്ത് അവനോട് ഫോണിൽ കൂടെ 2 ചീത്ത പറയാൻ വേണ്ടിയാ ഞാൻ വന്നത്. നിങ്ങൾ പറഞ്ഞല്ലോ ലിസണേട്ടാ, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിനിടക്ക് ഒരാളെ നമ്മൾ വേറെ പുറത്തുനിന്ന് ഇടപെടുത്തൂല. അതിനെ ഞാനും പറയണത്. ഒരാളെ പുറത്തുനിന്ന് ഇടപെടുത്തരുത്. അതന്നെ ഞാനും പറഞ്ഞു, ചേട്ടൻ ഇടപെടരുതില്ല. അപ്പൊ നമ്മൾ രണ്ടുപേരും സെറ്റായി. നിങ്ങളിപ്പോ ടീമായോ? നമ്മ ടീമായി. അല്ല എന്താ വന്നത് എന്തിനാന്ന് പറയാ സോമാമൻ? ഷർഡി, എനിക്കൊരു ലീവ് വേണം. ഒരു ലീവ് ലെറ്റർ ആണത്. സാർ സ്വീകരിക്കണം.
ഇതെന്താണ് ഈ കാണിച്ചു ശരി? പറത്തി കളഞ്ഞു. ഇതെന്താ ഞാൻ തന്ന ലീവ് ലെറ്റർ വായിച്ചു നോക്കാണ്ടത് കീറിക്കളഞ്ഞെന്നാണത്? ദേഷ്യപ്പെട്ട് തൊഴിലാളികളായി ലീവ് എടുക്കും, പക്ഷെ നിങ്ങൾ ദേഷ്യപ്പെട്ടുകൊണ്ട് കാര്യമില്ല. ഞാൻ ദേഷ്യപ്പെട്ടതല്ല, പിന്നെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് അത് കീറിക്കളഞ്ഞത്. ലീവ് ലെറ്റർ ഒന്നും വേണ്ട, നിങ്ങൾ പൊക്കോന്ന്. വേണേ അത് റീപ്ലൈ അടിച്ച് കണ്ടു നോക്ക്, ഞാൻ ഹാപ്പിയാ. റീപ്ലൈ ഒന്ന് കാണിക്കാമോ? റീപ്ലൈ കാണിക്കാം. ഒന്ന് കാണിച്ചേ, എനിക്ക് സംശയം ഉണ്ടായില്ലേ. ഇപ്പൊ മനസ്സിലായല്ലോ ഞാൻ നല്ല ഹാപ്പി ആയിട്ടാന്നുള്ളത്. ഓക്കെ ഓക്കെ. പിന്നെ വേറൊരു കാര്യമുണ്ട് മോളെ, ഞാൻ ജനുവരി വരെ ഞാൻ ഫ്രീ അല്ല. ഓ ആ, അതായത് ന്യൂ ഇയർ കഴിഞ്ഞിട്ടേ ഞാൻ ഇനി ഇവിടെ വരുള്ളൂ. അപ്പൊ ജനുവരി വരെ നിങ്ങളും ഇല്ല, എഡിറ്ററും ഇല്ല? അല്ല, എഡിറ്റർ ലീവാണ്. എഡിറ്റർ ലീവല്ല, കേസമാവും പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പരിപാടിക്ക് ഒരു എഡിറ്ററുടെ ആവശ്യമില്ലോ. ഞങ്ങൾ പറയണതൊക്കെ മൊത്തം ഇടുമല്ലേ, നിങ്ങളുടെ മാത്രമല്ലേ കട്ട് ചെയ്ത് കളയാനുള്ളൂ. ആ എന്താ പോണേ എന്താണ്? അല്ല, ഞാൻ പോണെന്ന് പറഞ്ഞാല് ഇത്തവണത്തെ ക്രിസ്മസ് കരോൾ ഗാനങ്ങളുണ്ടല്ലോ. ഈ കരോൾ എന്റെ എല്ലാ പാട്ടും ഇവിടെ ഹിറ്റ് ആണല്ലോ ശരിക്കും. ഞാൻ ഇവിടെ ഇതിനു മുമ്പ് അവതരിപ്പിച്ചുള്ള എല്ലാ പാട്ടുകളും ഹിറ്റല്ലേ മോളെ? പിഷാരുടെ എന്താണെന്നും അതിനെ കുറിച്ച് കൗണ്ടർ ഒന്നും പറയാത്ത? നിങ്ങളൊരു ഇല്ലാത്ത കാര്യം പറഞ്ഞു, ഞാൻ എന്നെ കൗണ്ടർ പറഞ്ഞ് വലുതാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അവിടെ പോയിരുന്നോളാം. അപ്പോ ഞാനപ്പോ ഇനി ഈ കരോൾ ഇതായിട്ട് കുറെ ടീമിന്റെ അടുത്ത് വന്നിട്ട് സമീപിച്ചിട്ടുണ്ട്. അപ്പൊ എന്നോട് കരോൾ ഗാനങ്ങൾ അവർക്ക് എഴുതി കൊടുക്കണം, ഞാൻ തന്നെ പാടണം, പറഞ്ഞോ? അവരുടെ കൂടെ ചെല്ലണം ഞാൻ. അപ്പൊ അതിനുവേണ്ടി ഞാൻ പോവാണ്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് ഒരു പാട്ട് ഈ വേദിയിൽ അങ്ങനെ അടിച്ചിട്ട് അങ്ങനെ ഉണ്ടെന്നുള്ളത് അറിഞ്ഞിട്ട് ഇവരൊക്കെ ഉണ്ടല്ലോ. ഒരു കരോൾ ഗാനം, സിനിമാ പാട്ടിന്റെ ഈണത്തിൽ എഴുതുന്ന കരോൾ ഗാനം. കരോൾ ഗാനം ആയിക്കോട്ടെ. അവനേശുനാഥൻ യേശുനാഥൻ എല്ലാവർക്കും നന്മ ചെയ്യ, ലോകത്തെല്ലാം നന്മ ചെയ്യ, ഉൾത്തൊഴുത്തിനുള്ളിൽ വന്ന് ഉണ്ണിയായി പിറന്ന നാഥൻ, നാട്ടുകാർക്ക് സ്റ്റാർ തൂക്ക അവസരങ്ങൾ ഒരുക്കുന്ന നാഥനാ. അവ കുരിശിലേറി നന്മ ചെയ്തതാ, ഈ നാട്ടുകാർക്ക് നന്മ ചെയ്യാൻ കുരിശിലേറതാ. അജിക്ക് എണ്ണ അജിക്ക് താ കുമുക്ക് എണ്ണ കുമുക്ക് താ, അജിക്ക് എണ്ണ അജിക്ക് താ കുമുക്ക് എണ്ണ കുമുക്ക് താ. സോറി, എന്നാ അച്ചക്ക് എന്നാ അച്ചക്ക് ഇതിനിടെ കയറിയത്? അല്ലാതെ പെട്ടെന്ന് പാടി വന്നപ്പോ മറ്റേ രജനീകാന്തിനായിട്ട് പോയത്. അങ്ങനെ ചെയ്യരുത്, അതില്ല അത് കേറാൻ പാടില്ല കേട്ടോ. അത് പാടലല്ലേ? അത് പാടില്ല, അവിടെ കറക്റ്റ് ആയിട്ട് പാടണം. വേറെ ലിറിക്സ് അവിടെ കൊടുക്കണം, ലിറിക്സ് കൊടുക്കണം കേട്ടോ. ഈ ഗാനമാണ് ഞാൻ പുറത്തിപ്പോ പോയി പാടാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോ വരുമെന്നാ പറഞ്ഞത്? ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഈ പാട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജനുവരി കഴിഞ്ഞിട്ട് ഇവിടെ തിരിച്ചെത്തും. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, വേറെ ഒന്നുകൊണ്ടല്ല സ്നേഹിത. ക്രിസ്മസിന്റെ കരോളിനുള്ള പാട്ടല്ലേ ഇത്? കരോൾ പാട്ടാണ്, കരോൾ ഗാനം. രാത്രിയല്ലേ കരോള് സാധാരണ? അതെ. അങ്ങനെ അയാൾ പാടുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് അയാൾ തിരിച്ചു വരില്ല. എനിക്കറിയാം, അതുകൊണ്ട് പറയാം. എന്താ അങ്ങനെയാണ് അത്, വേറെ ഒന്നുമില്ല. എന്നോട് ചോദിക്കും വേണ്ട. ഉറപ്പാണോ? കേട്ടോ ഞാൻ പറഞ്ഞത്? ഞാൻ അല്ല, തിരിച്ചു വരില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം നിങ്ങളുടെ പാട്ടിന്റെ മേന്മ കൊണ്ട് ചിലപ്പോ റോമിലേക്കൊക്കെ കൊണ്ടുപോകും, അപ്പൊ നമുക്ക് കാണാൻ പറ്റില്ല എന്നാണ് സ്നേഹിത ഞാൻ പറഞ്ഞത്. ഇയാൾക്കത് റോമിംഗ് ആയി പോകും, വിളിച്ചാൽ കിട്ടാത്ത അവസ്ഥയായിരിക്കും. ഉണ്ണി പിറന്നാച്ചി നക്ഷത്രങ്ങൾ തെളിഞ്ചാച്ചി ചുക്ക തക്കിടി ചുക്ക തക്കിടി ചുക്ക. ഉണ്ണി പിറന്നാച്ചി നക്ഷത്രങ്ങൾ തെളിഞ്ചാച്ചി ചുക്ക തക്കിടി ചുക്ക ചുക്ക തക്കിടി ചുക്ക. ഓച്ചാരാജാക്കൾ വന്നാച്ചി ചുക്ക തക്കിടി ചുക്ക. Once upon a time version 2.0 അടുത്തതായി എക്സലൻസ് അവാർഡ് സെഗ്മെന്റ് ആണ്. ഈ സെഗ്മെന്റിൽ എത്തുന്ന നമ്മുടെ അതിഥി സിനിമ, ടെലിവിഷൻ പരിപാടികൾ, സ്റ്റേജ് ഷോ എന്നിവയിലെല്ലാം കൂടി വളരെ വ്യത്യസ്തമായ അവതരണ ശൈലി കൊണ്ട് ഹൃദയങ്ങൾ, പ്രേക്ഷക ഹൃദയങ്ങൾ, ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കിയ കലാകാരൻ ശ്രീ സാജൻ പള്ളുരുത്തി. നല്ലൊരു കൈയ്യടി കൊടുത്ത് നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ശ്രീ സാജൻ പള്ളുരുത്തി. ചേട്ടാ, once upon a time കുടുംബത്തിലേക്ക് വീണ്ടും സ്വാഗതം. വളരെ സന്തോഷമാണ്, കാരണം 2-2.5 വർഷക്കാലമായിട്ട് മിമിക്രി കലാകാരന്മാർ, സ്റ്റേജ് കലാകാരന്മാർ അടക്കമുള്ള ആളുകൾ റെസ്റ്റ് എടുത്ത് വീട്ടിലിരിക്കുന്ന ഒരു സമയമാണ്. അല്പം ഒന്ന് അയഞ്ഞു കിട്ടിയത് ഇപ്പോഴാണ്. അങ്ങനെയാണ് പലപ്പോഴും ഇപ്പോൾ ആളുകളെയൊക്കെ ഒന്ന് കാണാനും അവരുമായൊക്കെ സംസാരിക്കാനും ഒക്കെ തുടങ്ങിയത്. അപ്പോൾ ഒരു വേദി കിട്ടുക എന്ന് പറയുന്നത് ആരെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്തിരുന്ന കലയിൽ അവന് കിട്ടിയ ഏറ്റവും വലിയ സുഖങ്ങളിലൊന്നാണ്. സാഞ്ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. സാഞ്ചേട്ടാ, സിനിമകൾ ഏതൊക്കെയാണ് വരാൻ പോകുന്നത്? ഒരു 5-6 പടങ്ങൾ ഇപ്പോൾ വന്ന് പോകുന്നുണ്ട്. ഇന്നലകളെന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അതുപോലെ പിന്നെ ഒരുപാട് തേളുണ്ട്, അതുപോലെ തന്നെ
മേരാൻ അഴകനുണ്ട്, അങ്ങനെ കുറച്ച് പടങ്ങളൊക്കെ ഇനി വരാൻ കിടപ്പുണ്ട്. അതെല്ലാം ഇത് മാറിയിട്ട് തിയേറ്റർ വഴി റിലീസ് ആകണമെന്നാണ് മനസ്സുകൊണ്ട് ആഗ്രഹം. അത്തരത്തിൽ നിൽക്കുന്നതാണ്. സാഞ്ചേട്ടന്റെ ആദ്യത്തെ സിനിമ കണ്ണകി എന്ന് പറയുന്ന സിനിമയിലാണ്, ജയരാജ് സാറിന്റെ പടം. ജയരാജ് സാറിന്റെ പടത്തിലാണ് സാഞ്ചേട്ടൻ വന്നത്. അതിനുശേഷം സാഞ്ചേട്ടന്റെ ഈ സ്പീഡ് പ്രകടനങ്ങൾ ഫാന്റം ബെയിലിലും ബ്രഹ്മചാരിയിലും ഉൾപ്പെടെ ഏറ്റവും ഒടുവിൽ ആക്ഷൻ ഹീറോ ബിജുവിലെ കഥാപാത്രം വരെ ചെയ്തതെല്ലാം വളരെ ഗംഭീരമായിട്ടുള്ള വേഷങ്ങളാണ് സാഞ്ചേട്ടൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ സാഞ്ചേട്ടന്റെ മിമിക്രിയിൽ പലപ്പോഴും സാഞ്ചേട്ടന്റെ ഒരു സ്പീഡ് വളരെ കൂടുതലാണ്. ഞാനൊരു 16-17 വർഷമായിട്ട് സാഞ്ചേട്ടന്റെ കൂട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഷോകൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അത്രയും കോമ്പിനേഷൻ ആയിട്ട് പോയിട്ടുള്ള ഒരാളാണ്. അത് വളരെ സന്തോഷകരമാണ്. കാരണം ആ ഒരു യാത്ര വളരെ വലുതാണ്. ഈ സാഞ്ചേട്ടൻ ഈ അക്ഷരങ്ങൾ വെച്ചിട്ടുള്ള പരിപാടികളാണ് എന്റെ വഴി എന്നുള്ളത് തീരുമാനിച്ചത്. കാരണം സാഞ്ചേട്ടൻ അങ്ങനെ നടന്മാരെ അനുകരിക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ നടന്മാരെ അനുകരിക്കുന്നതിനേക്കാൾ കൂടുതൽ മെമിക്രിയിൽ നിന്നും സിനിമയിലെത്തിയ കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒത്തിരി ആൾക്കാർ വളരെ വേഗത്തിലെത്തുന്നുണ്ട്. പണ്ട് നമ്മൾ കാത്തിരുന്ന് മെമിക്രിയിലേക്ക് എത്തിയ ഒരാളാണ് ജയറാമേട്ടൻ. ഈ ജയറാമേട്ടന്റെ സിനിമകൾ എന്ന് പറയുമ്പോൾ അത് വെച്ച് നമുക്ക് ഓട്ടം തോളൽ ഉണ്ടാക്കാം. പാർത്തൻ കണ്ട പരലോകത്ത് സൂപ്പർമാന്റെ പാവക്കൂത്ത്, പാർത്തൻ കണ്ട പരലോകത്ത് സൂപ്പർമാന്റെ പാവക്കൂത്ത്, കിലിക്കാൻ പെട്ടി മാളൂട്ടി നീ വൃദ്ധന്മാരെ സൂക്ഷിക്കണം, കിലിക്കാൻ പെട്ടി മാളൂട്ടി നീ വൃദ്ധന്മാരെ സൂക്ഷിക്കണം. 5-ൽ അർജുനനാണ് പുതുക്കോട്ടയിലെ പുതുമണവാളൻ, 5-ൽ അർജുനനാണ് പുതുക്കോട്ടയിലെ പുതുമണവാളൻ. ഞാനും എൻ്റെ ഫാമിലിയും ഇവർ ഞങ്ങളുടെ വീട്ടിൽ അതിഥികളാണ്, ഞാനും എൻ്റെ ഫാമിലിയും ഇവർ ഞങ്ങളുടെ വീട്ടിൽ അതിഥികളാണ്. സർക്കാർ ദാദാ ഉത്തമനാണ് ചൈന ടൗണിൽ മേക്കപ്പ് മേന, സർക്കാർ ദാദാ ഉത്തമനാണ് ചൈന ടൗണിൽ മേക്കപ്പ് മേന, സർക്കാർ ദാദാ ഉത്തമനാണ് ചൈന ടൗണിൽ മേക്കപ്പ് മേന. അതിങ്ങനെ ഒത്തിരി പോകുന്നതാണ്. അത് ഇന്നിങ്ങനെ ഒത്തിരി പോയി കഴിഞ്ഞതിന് ശേഷം ഈ ജയറാമേട്ടനേക്കാൾ മുമ്പ് സിനിമയിൽ പലരും വന്നെങ്കിലും പിന്നത്തെ ഒരു സൂപ്പർ സ്റ്റാർ ദിലീപാണ്. പില്ലാളി വീരന മിസ്റ്റർ മരുമകൻ മര്യാദ രാമന ശൃംഗാരവേലന, പില്ലാളി വീരന മിസ്റ്റർ മര്യാദ രാമന ശൃംഗാരവേൽ. പച്ചക്കുതിര പുറത്തേറി CID മൂസയും വന്നു കൂടെ മാറ്റം കാണുവാൻ, പച്ചക്കുതിര പുറത്തേറി CID മൂസയും വന്നു കൂടെ മാറ്റം കാണും. പഞ്ചാബി ഹൗസിലൊരു വെട്ടം തിളക്കം ഈ കാക്കക്കും പൂച്ചയ്ക്കും കല്യാണമായി, പഞ്ചാബി ഹൗസിലൊരു വെട്ടം തിളക്കം ഈ കാക്കക്കും പൂച്ചയ്ക്കും കല്യാണമായി. മീനത്തിൽ താലി കെട്ടും പാപ്പിയപ്പച്ചൻ ചാന്തുപൊട്ടും തൊടും സിന്ദൂരരേഖ, മീനത്തിൽ താലി കെട്ടും പാപ്പിയപ്പച്ചൻ ചാന്തുപൊട്ടും തൊടും സിന്ദൂരരേഖ. റോമിയോ ചന്ദ്രേട്ടൻ എവിടെയാ ഞാൻ ഗ്രാമഫോണിൽ വിളിച്ചിട്ട് റിംഗ് മാസ്റ്റർ ഉണ്ട്, റോമിയോ ചന്ദ്രേട്ടൻ എവിടെയാ ഞാൻ ഗ്രാമഫോണിൽ വിളിച്ചിട്ട് റിംഗ് മാസ്റ്റർ ഉണ്ട്. സൂത്രധാരൻ സൗണ്ട് തോമയും കൂട്ടി വിനോദയാത്രയ്ക്ക് പോയി ആ പടന. സൂപ്പർ, അടിപൊളി അടിപൊളി. സാഞ്ചേട്ടൻ ഇപ്പൊ നമ്മള് ഇർ എന്ന് പറയുന്ന അക്ഷരം വെച്ചിട്ടൊരു പുതിയ ഇറക്ക് വന്നിട്ടുണ്ടല്ലോ. ഈ ഇറെന്നും പറഞ്ഞൊരു അക്ഷരം എനിക്ക് കിട്ടിയത് നമ്മൾ യാത്രയിൽ കിട്ടുന്നവരാണ്. ഇന്നസെന്റ് ഏട്ടാ, എന്ത് ചോദിച്ചാലും ഇർ എന്നുള്ള അക്ഷരങ്ങൾ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരാളുടെ ഒരു ഐറ്റം ഉണ്ട് ഇപ്പൊ പൊതുവായിട്ടുള്ളത്. അപ്പൊ എന്ത് നമ്മൾ പുള്ളിയോട് പല കാര്യങ്ങൾ ചോദിച്ചാലും അദ്ദേഹം ആ വാക്കിൽ എവിടെയെങ്കിലും ഇർ എന്ന് പറയുന്ന അക്ഷരം ഉണ്ടെങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കുള്ളൂ. ഇപ്പൊ ഇന്നസെന്റ് ഏട്ടനെ ഒന്നും പുള്ളിക്ക് കാര്യമായിട്ട് ഇഷ്ടമായിരിക്കില്ല, കാരണം അതിനകത്ത് ഇറില്ലല്ലോ. ഇന്നസെന്റിന്റെ പേര് പിന്നെ മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന് പറഞ്ഞ ശേഷമാണ് ഇഷ്ടപ്പെട്ടത്, കാരണം മെമ്പറിനകത്ത് ഇറുണ്ട്. ഇല്ല, അത് മാത്രമല്ല, അല്ലാതെ തന്നെ ഇന്നസെന്റ് ഏട്ടൻ എനിക്ക് ഇഷ്ടമാണ്. കാര്യം ഇന്നസെന്റ് ഏട്ടൻ അഭിനയിച്ച ഇറുള്ള ഒരുപാട് പടങ്ങളുണ്ട്. മാന്നാർ മത്തായിലുണ്ട്, ഹിറ്റ്ലറിലുണ്ട്, പിന്നെ അങ്ങനെ പറയാനാണെങ്കിൽ ഗോഡ്ഫാദറിലുണ്ട്. കുറെ ഇറുള്ള പടങ്ങൾ. കേരളത്തിന്റെ വടക്കേ അറ്റത്ത് നിന്ന് തെക്കേ അറ്റത്തോട്ട് ഇറ് വെച്ചൊന്ന് യാത്ര ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പോകും? ഞാൻ നേരെ ഒരു വണ്ടി എടുത്തത്, അത് അംബാസഡർ കാർ എടുത്തിട്ട് ഇന്നോവയ്ക്കകത്ത് കയറില്ല. പിന്നെ ടയർ ഉള്ളത് കൊണ്ട് പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ഒരു സുഖം കിട്ടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വണ്ടിയും പഞ്ചറാകുമ്പോൾ ഒരു സന്തോഷമാണ്. കാര്യം പഞ്ചറിൽ ഒരു ഇറുണ്ടല്ല. അപ്പൊ അതുകൊണ്ടാണ് ആ സാധനത്തെ കൊണ്ട് ഞാൻ ഇങ്ങനെ കയറി പോകുന്നത്. കാറിലേ കയറുള്ളൂ, ട്രെയിനിൽ കയറൂല, ട്രെയിനിൽ ബസ്സിലൊന്നും കയറൂല. കാര്യം അതിനകത്ത് ഇറില്ലല്ല. അപ്പൊ ഇറുള്ളതെന്ന് വെച്ചാൽ അംബാസഡർ കാർ അങ്ങനെയൊക്കെ പറയുമ്പോഴേ ഇറുള്ളു. പക്ഷേ ട്രെയിനിനകത്ത് വേണേ നിങ്ങൾക്ക് കയറാവുന്ന, ട്രെയിനിൽ കയറൂല. പക്ഷെ അവിടെ ചെന്നിട്ട് TTR പുറത്തേക്ക് ഇറത്തിട്ട് TTR വർത്താനം പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോരും. ഇറുള്ളതുകൊണ്ട് പിന്നെ ഫ്ലൈറ്റ് എല്ലാ ഫ്ലൈറ്റിലും കയറില്ല, എയർ ഇന്ത്യയിൽ കയറും. എയർ ഇന്ത്യയിൽ ഇറുണ്ടല്ല. അപ്പൊ അങ്ങനെ ഒരു സുഖം ഉള്ളത് കൊണ്ട് ഇറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇറാണ് ഇഷ്ടമെങ്കിൽ കാസർഗോഡ് തൊട്ടൊന്ന് തിരുവനന്തപുരം വരെ ഇറിൽ വഴി. കാസർഗോഡ് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഇറുണ്ട്. നേരെ നമ്മൾ കണ്ണൂർ, പയ്യന്നൂര്, തൃക്കരിപ്പൂർ, അവിടെ നിന്ന് നേരെ തിരിച്ചു വന്നിട്ട് നമ്മൾ നേരെ കണ്ണൂർ വന്ന് നിൽക്കും. കണ്ണൂർ എന്ത് ചെയ്യുന്നതായിരിക്കും, വയനാട് പോകാതെ നമ്മൾ മലബാറിലേക്ക് വരും. മലബാറിൽ ഇറുണ്ടല്ല, വയനാട്ടിൽ ഇറില്ലല്ല. പിന്നെ അവിടെ നിന്ന് നേരെ ഗുരുവായൂർ വരും. ഗുരുവായൂർ വന്നിട്ട് പിന്നെ അവിടെ ഇറിന്റെ ബഹളമാണ്.
അവിടെ നിങ്ങോട്ട് പോരാൻ നേരത്ത് നമ്മൾ തൃപ്രയാറ്, കൊടുങ്ങല്ലൂര്, പറവൂര്, അല്ലെങ്കിൽ നമ്മുടെ കലൂരിൽ നിന്ന് നേരെ അരൂര്, ചന്ദരൂര്, തുറവൂര്, വയലാറ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആലപ്പുഴ ജില്ലയിൽ ചെന്നാൽ അവിടെ ഒരു പറവൂരുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നൂറിനാട് വഴി, അതായത് അടൂര് വഴി കിളിമാനൂരി ചെല്ലും. കിളിമാനൂരി എന്നിട്ട് പിന്നെ പൂവാറ് ചെല്ലും. പൂവാറ് ചെന്നിട്ട് ഉള്ളൂരുണ്ട്. ഉള്ളൂരും കൂടി ടച്ച് ചെയ്തിട്ടേ പോകുള്ളൂ. കാര്യം ഉള്ളിൽ ഒരു ഇറ് വിട്ട് കളയണം. അവിടെ ചെന്നിട്ട് ഏതെങ്കിലും പിന്നെ സാധാ ഹോട്ടലിൽ താമസിക്കില്ല. സാധാ ഹോട്ടലിൽ നമുക്ക് ഇറില്ലല്ലോ. 5 സ്റ്റാർ ആകുമ്പോൾ അതിനകത്ത് ഇറുണ്ടല്ല. അത് വിത്ത് ബാറാണെങ്കിൽ അവിടെ പോയി അടിക്കും. കാര്യം ബാറിൽ ഇറുണ്ടല്ല. ബാറിൽ നിങ്ങളെ കുടിക്കോ? നിങ്ങൾ ഇറെന്ന് പറഞ്ഞാൽ ഈ സുഹൃത്ത് ഭയങ്കരമായിട്ട് അടിക്കും. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിക്കുന്നത് സിഗ്നേച്ചർ, ജോണി വാക്കർ, കൈ കാച്ചില്ലെങ്കിൽ ജെവിനി ജോഹർ, അല്ലെങ്കിൽ OPR, OCR, പിന്നെ ബിയർ അടിക്കും. അങ്ങനത്തെ ഒരു സംഭവം. ലിക്കർ എന്തായാലും അടിക്കും. ലിക്കർ അടിക്കും, പക്ഷേ സോഡ അടിക്കൂല. അദ്ദേഹം മിനറൽ വാട്ടർ ഒഴിച്ച് അടിക്കുള്ളൂ. മിനറൽ വാട്ടറിനകത്ത് ഇറണല്ല. സോഡക്കകത്ത് ഈ സാധനമില്ല. അത് വലിയ പാടായിരിക്കും. നിങ്ങൾക്ക് ഈ സിനിമാ നടന്മാരെ ആരൊക്കെയാണ്? സിനിമാ നടന്മാര് നസീർ, ഉമർ ബഗദൂർ, സായി കുമാർ, രവികുമാർ, സത്താർ, പഴയ നടന്മാരെ എല്ലാവരും ഇഷ്ടമായിരുന്നു. അടൂർ പാസിൽ ഇറുള്ളതുകൊണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഈ അടുത്ത കാലത്ത് വന്ന കുറച്ച് പേരിൽ അങ്ങനെ നടന്മാരെ ആരെയാണ് ഇഷ്ടം? മമ്മൂട്ടിനെ മോഹൻലാലിന് ഇഷ്ടമല്ല. ആര് ഇറില്ലെന്ന് പറഞ്ഞ് പുള്ളി കമ്പനി കൊടുക്കില്ല. പക്ഷെ മകനെ ഇഷ്ടമാണ് മമ്മൂക്കട. ദുൽഖറിൽ ഇറുണ്ടല്ലോ. ഹിന്ദി നടന്മാരെ ഹിന്ദി നടന്മാര് ഷബി കപൂർ, പിന്നെ രാജ് കപൂർ, അങ്ങനെ കുറെ എല്ലാവരും ഇഷ്ടമാണ്. പിന്നെ കരീന കപൂറിനോട് ഭയങ്കര ജീവിതമാണ്. അമിതാഭ് ബച്ചന്റെ ഇറില്ലല്ല. അമിതാഭ് ബച്ചൻ ഇങ്ങനെ പരിചയപ്പെടണമെന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചപ്പോൾ ഫോൺ കട്ടാക്കി. പിന്നെ ധർമ്മേന്ദ്രനെ കൊണ്ട് വിളിച്ചപ്പോൾ പുള്ളി ഫോൺ എടുത്ത്. ധർമ്മേന്ദ്രനിൽ ഇറുണ്ടല്ല. അങ്ങനെ ഒരു ഇറുള്ള പാട്ടും ഹിന്ദി പാട്ടും പുള്ളി അങ്ങനെ കേൾക്കുള്ളൂ. ഈ കിഷോർ കുമാറിന്റെ പാട്ട്, ലത മങ്കേഷ്കറിന്റെ പാട്ട്, A.R. റഹ്മാൻ സംഗീതം ചെയ്താണെങ്കിൽ ഇരുന്ന് കേൾക്കും. ഇളയരാജയുടെ അങ്ങനെ വലിയ ഇഷ്ടമല്ല. ആർ ഡി ബർമനെ ഭയങ്കര ഇഷ്ടം. ആർ ഡി ബർമൻ എന്നൊക്കെ പറയുമ്പോൾ ഇറുള്ളതുകൊണ്ട് ഭയങ്കര താല്പര്യമാണ്. കവികളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം വയലാറിനായിരുന്നു. വയലാറിന് രാമവർമ്മ 2 ഇറല്ലേ കിടക്കണത്. കഴിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് കഴിക്കും, സാമ്പാർ കഴിക്കും, അച്ചാറ് കഴിക്കും, ബിരിയാണി കഴിക്കൂല. പിന്നെ അതിനകത്ത് കിടക്കണ കച്ചമ്പർ കഴിക്കും. കച്ചമ്പറിൽ ഇറുണ്ടല്ലോ. അങ്ങനത്തെ ഒരു കുടിക്കണതും മിനറൽ വാട്ടർ, അങ്ങനെയുള്ള ഇളനീര്, പനിനീര്, അങ്ങനെയുള്ള ഒരു സംഭവമൊക്കെയാണ്. താമസിക്കാൻ ഏറ്റവും കൂടുതൽ സ്ഥലം എവിടെയായിരിക്കും? മാന്നാർ പോവും, മൂന്നാർ പോവും, കൊലാലംപൂർ പോവും, ജാംഷഡ്പൂർ പോവും, കാശ്മീർ പോവും. ഇറുള്ള സ്ഥലങ്ങളിലേ പോവുള്ളൂ. ഭാര്യയുടെ പേര് എന്താണ്? ഭാര്യയുടെ പേര് പിന്നെ നൂർജഹാൻ. മക്കളോ? മക്കള് പിന്നെ സത്താറുണ്ട്, പിന്നെ നിസാറുണ്ട്, നാസറുണ്ട്, അൻസാറുണ്ട്, സുബൈറുണ്ട്. അത് ഉണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ പോയേക്കണത് സിംഗപ്പൂറാണ് കൂടുതലും പോയേക്കണത്. ജർമ്മനിയിൽ പോയി. ഇറ്റലി പോകില്ല. കാര്യം ഇറ്റലിയിൽ ഇറില്ല എന്ന് പറഞ്ഞ് പോകില്ല. അങ്ങനെ ഒരു ഇറിന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ആൾക്കാരാണ്. രാഷ്ട്രീയ നേതാക്കന്മാരിൽ നായനാറിന് ഭയങ്കര ഇഷ്ടമാണ്. കരുണാകരനേക്കാൾ കൂടുതൽ പിന്നെ ലീഡർ എന്ന് പറഞ്ഞുകൊണ്ടാണ് കരുണാകരൻ സാറിനെ ഏറ്റവും കൂടുതൽ പുള്ളി ഇഷ്ടപ്പെടാൻ കാര്യം. പിന്നെ ശങ്കർ സാറിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇറുള്ള ആൾക്കാരുമായിട്ടാണ് കൂടുതൽ. സിനിമയിൽ ആരൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടം? ഡയറക്ടർ പ്രിയദർശൻ സാറിന് ഭയങ്കര ഇഷ്ടമാണ്. ഇറുള്ള എല്ലാവരും അടൂർ ഗോപാലകൃഷ്ണനാണ് കൂടുതൽ ഇഷ്ടം വന്നേക്കണത്. അങ്ങനത്തെ ഒരു പ്രത്യേക സ്വഭാവമാണ്. പിന്നെ ഡയറക്ടർ, പ്രൊഡ്യൂസർ, മ്യൂസിക് അത് എല്ലാവരും ഉണ്ട്. അസോസിയേറ്റ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ പിന്നെ പ്രൊഡ്യൂസർ ഉണ്ട്, അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ട്, പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ട്. അവരിലൊക്കെ ഇറുണ്ടല്ലോ. അതൊക്കെ ഇറുള്ളതുകൊണ്ട് ഭയങ്കര താല്പര്യമാണ്. മുണ്ട് കൊടുക്കില്ല. ബർമുട കൊടുക്കുള്ളൂ. പിന്നെ നിക്കറിടും. നിക്കറിടുന്ന ഭാഗ്യം. അല്ലെങ്കിൽ മുണ്ടെടുക്കുന്നതിൽ പ്രയോജനം അത് നിക്കറിനകത്ത് ഇറുള്ളതുകൊണ്ട് നിക്കറിടും. ടീഷർട്ട് ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ പർദ്ദ ധരിപ്പിക്കും. വൈഫാണെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ പർദ്ദ ഇടും. അങ്ങനത്തെ ഒരു പ്രത്യേക ചുരിദാർ ഇടിപ്പിക്കും. സാരി ഇടിപ്പിക്കൂല. കാര്യം സാരിയിൽ ഇറില്ലെന്നും പറഞ്ഞ് വേണ്ടെന്ന് പറയും. കുളിക്കണത് പിന്നെ കുളത്തിൽ ഇറങ്ങി കുളിക്കൂല. കാര്യം കുളത്തിൽ ഇറങ്ങി കുളിച്ചാൽ ഇറില്ല. കിണറിൽ കുളിക്കും. കിണറിൽ ഒരു ദിവസം കുളിക്കാൻ വേണ്ടി തല കുമ്പിട്ടപ്പോൾ ആഴം അറിയാൻ വേണ്ടി കുമ്പിട്ടെന്ന് പുളിക്കൊന്നും പറഞ്ഞ് താഴെ പോയി. പിന്നെ അവിടെ കിടന്ന് കൈകാലിട്ടടിച്ച് മക്കളും എല്ലാവരും വന്ന് ആരും വന്നിട്ട് പുള്ളി കയറിയില്ല. അവസാനം പോലീസുകാർ വന്ന് അവർ വിളിച്ചിട്ട് വന്നില്ല. ഫയർഫോഴ്സ് വന്ന് വിളിച്ച് വരാമെന്ന് സമ്മതിച്ചു. പക്ഷെ അവൻ കയറിട്ട് കൊടുത്തപ്പോഴാണ് കയറിൽ പിടിച്ച് ഇങ്ങോട്ട് പോകുന്നത്. കയറിനകത്ത് ഇറുണ്ട്. കുളിക്കണതും ബാത്റൂമിലല്ല, ഷവറിലൊക്കെ നിന്നേ കുളിക്കുള്ളൂ. അങ്ങനെ ഒരു 6 വണ്ടിയുണ്ട്, 6 റൂമുണ്ട്, 6 ഇറുള്ള സ്ഥലങ്ങളിലേ പോകുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള സ്കൂട്ടറും പൾസറും ഒക്കെ ഇങ്ങനെ പുള്ളി റെഡിയാക്കി ഇട്ടേക്കണേനും. അത് പ്രത്യേക ലൈഫാണ് പുള്ളിയുടെ. അതാണ് ഇറന്ന കഥാപാത്രത്തിന്റെ. സൂപ്പർ. ഇത്രയും ഇറ് പറഞ്ഞു അല്ലേ? നിങ്ങൾക്കൊന്നും കാണാത്ത കിട്ടാത്ത ഒരു ഇറ് എനിക്ക് വന്നു പോയിടാ 3 പ്രാവശ്യം ക്യാൻസർ. ഞാനതാണ് ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുക. കാരണം എനിക്ക് ഇറുണ്ടല്ലോ. അതെ, ഇനി എന്തില്ലെന്ന് പറഞ്ഞാൽ ഇറിന്റെ കാര്യമുണ്ടല്ലോ. അപ്പോൾ സരൺ ചേട്ടാ, ഇന്നത്തെ എപ്പിസോഡിന്റെ വകയായിട്ട് ഒരു സ്പെഷ്യൽ സ്നേഹോപഹാരം ഞങ്ങൾ തരാൻ ആഗ്രഹിക്കുകയാണ്. സ്വീകരിക്കണം. അത് കൈമാറാൻ വേണ്ടി ഞാൻ രമേശ് ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രമേശ് ചേട്ടാ, പ്ലീസ് കം.
ശ്രീ സാജൻ പള്ളുരുത്തി. മിമിക്രിയിലെ എൻ്റെ യാത്രയിൽ അല്ലെങ്കിൽ ഹാസ്യലോകത്തെ എൻ്റെ യാത്രയിൽ എടുത്തു പറയാവുന്ന നാഴികല്ലുകൾ എണ്ണി അടയാളപ്പെടുത്തിയാൽ അതിലേറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു സ്ഥലത്ത് ഉള്ള ഒരു വ്യക്തിത്വമാണ്. സലീം കുമാറിനോടൊപ്പം പ്രോഗ്രാം ആരംഭിച്ച ശേഷം പിന്നീട് ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവായി കടന്നു വന്ന് ഒരുപാട് വർഷം ഇപ്പോഴും അദ്ദേഹത്തോടൊപ്പമാണ് പ്രോഗ്രാമുകൾ സ്റ്റേജുകളിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഒരുപക്ഷെ ധർമ്മജനേക്കാൾ കൂടുതൽ സ്റ്റേജ് ഷോകൾ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ഒരാളാണ് സാഞ്ചേട്ടൻ എന്ന് പറയുന്നത്. ഞങ്ങൾ അത്രയും വേദികൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. പെട്ടെന്ന് മിമിക്രി ലോകത്ത് ഐറ്റങ്ങളുടെ സാഞ്ചേട്ടൻ നേരത്തെ പറഞ്ഞ ഐറ്റങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ഒരാളൊരു ഐറ്റം ഉണ്ടാക്കിയാൽ അത് പെട്ടെന്ന് ഒരാൾ കട്ടുകൊണ്ട് പോകും. പക്ഷെ സാഞ്ചേട്ടൻ ഉണ്ടാക്കുന്ന ഐറ്റങ്ങൾ ഇതുവരെ മറ്റ് മിമിക്രിക്കാർക്ക് കട്ടുകൊണ്ട് പോകാൻ പറ്റാത്ത ഐറ്റങ്ങളാണ്. ഇതിന് അങ്ങനെ കൊണ്ടുപോയി പേറ്റന്റഡ് ഐറ്റങ്ങളാണ്, വേറെ ആൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരുപാട് സിനിമകൾ, വേദികൾ, കാസറ്റുകൾ, ടെലിവിഷൻ ഷോകൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങളിലൊപ്പം സാംസ്കാരിക രംഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും കാര്യങ്ങളും എല്ലാം ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങളാണ്. അത്രയധികം നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന സാഞ്ചേട്ടൻ രണ്ടാമതൊരിക്കൽ കൂടി ഫണ്ട്സ് അപ്പോൺ എ ടൈമിൻ്റെ ഈ വേദിയിലേക്ക് വന്നതിന് അദ്ദേഹത്തോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് അമൃത ടിവിയുടെയും ഫണ്ട്സ് അപ്പോൺ എ ടൈമിൻ്റെയും വകയായിട്ടുള്ള ഒരു ആദരവ് ഈ അവസരത്തിൽ അദ്ദേഹത്തിന് നൽകുന്നു. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ തികച്ചും നക്ഷത്ര തിളക്കമുള്ള ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ഫണ്ട്സ് അപ്പോൺ എ ടൈം എപ്പിസോഡായിരുന്നു ഇത്. മനോഹരമായ പെർഫോമൻസുകൾ നൽകിയ 2 കണ്ടസ്റ്റൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. വി ഹാഡ് നെൽസൺ ആൻഡ് സ്വനം. ഇനി ഇവരിൽ ആരാണ് ബെറ്റർ അല്ലെങ്കിൽ മികച്ചത് എന്നുള്ളത് നോക്കാം. അതിന് മുന്നോടിയായി അവർ രണ്ടുപേരും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. സോ വെൽക്കം നെൽസൺ ആൻഡ് സ്വനം. രണ്ട് പ്രതിഭകൾ, രണ്ടുപേരുടെയും പെർഫോമൻസുകൾ വളരെ മികച്ചതായിരുന്നു. രണ്ടുപേരും അവനവന്റെ ശൈലിയിൽ ഒരുപാട് പുതിയ തമാശകൾ നമുക്ക് വേണ്ടി അവതരിപ്പിച്ചു. നടന്ന പ്രകടനങ്ങളിൽ വളരെ മികച്ചതെന്ന് തോന്നുന്ന 2 പ്രകടനങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലുണ്ടായിരുന്നത്. രണ്ടുപേരും ഏകദേശം ഒപ്പത്തിനൊപ്പം നമ്മളെ ചിരിപ്പിച്ചു എന്ന് വേണം പറയാൻ. എങ്കിലും ഇവിടെ നമ്മളൊരു ബെസ്റ്റ് പെർഫോമറെ തിരഞ്ഞെടുക്കുക എന്നതൊരു ആവശ്യമാകുന്ന സാഹചര്യത്തിൽ നമ്മളെ ഇന്നത്തെ ദിവസം കൂടുതൽ ചിരിപ്പിച്ചത് ശ്രീ നെൽസൺ ആണ്. നെൽസന് ബെസ്റ്റ് പെർഫോമറെ തിരഞ്ഞെടുക്കുന്നു.